എൻ്റെ മക്കളെ, ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവർ, അവിടെ വെള്ളം കിട്ടാത്തവർ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവരെ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ്, കുടുംബത്തിലെ കർത്താവ്, ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേസുള്ളവർ, കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിൽ തടസ്സങ്ങളുള്ളവർ, കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരണേ സുഖമായി സോന ഇവിടെ വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അവൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം, ഇത്രയും സീറോ മൈനസിൽ തണുത്ത് ജീവിക്കുന്ന ഒരാളാണ്. നോബഡി ടു ഹെൽപ്പ്. ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു കാലം. ഈ കാലത്ത് അവൾ പറയണത്, ഞാനിവിടെ ചവിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ നെഞ്ചത്ത് തപ്പി നോക്കിയെന്ന്, ഇങ്ങനെ കൈ വെച്ച് നോക്കി. എന്താണെന്നറിയാവോ? എൻ്റെ ഹൃദയം ഇങ്ങനെ ആരോ കയ്യിൽ താങ്ങണ പോലെ എനിക്ക് തോന്നിയെന്ന്. അതിൻ്റെ കാരണത്തിൽ ഞാനൊരു പരീക്ഷ കേൾക്കുമ്പോൾ തന്നെ പടപടാന്ന് ചെണ്ട കൊട്ടണ പോലെ എൻ്റെ ചങ്കിടിക്കണതാ. ചങ്കുള്ളവ പോലും തോന്നണില്ല എനിക്ക്. കർത്താവ് എന്നെ താങ്ങണ പോലെ തോന്നിയെന്ന്. ഓരോരുത്തരുടെ ഈ അഭിഷേക എക്സ്പീരിയൻസ് ഇല്ലേ, അവരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കണത്. എന്നിട്ട് അന്ന് കർത്താവ് അവളോട് സംസാരിച്ചത് അവളുടെ മകനെക്കുറിച്ചാണ് സുവിശേഷത്തിലൂടെ സംസാരിച്ചത്. 17-ാം അധ്യായം. അന്ന് അവൾക്ക് അഭിഷേകം ഉണ്ടായത് 17-ാം അധ്യായത്തിലാണ്. അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു വിഷയമായിരുന്നത് 17-ാം അധ്യായം. മത്തായി 17:15 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 17:15. കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. അവളുടെ പ്രാർത്ഥനയാണ് അന്ന് സുവിശേഷത്തെ കൈകാര്യം ചെയ്തത്. ഇതിനു ശേഷം ഇവള് അപ്പം തന്നെ മനസ്സിലായി അവളുടെ കാര്യം ഈശോ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന്. അവളുടെ പ്രാർത്ഥന സുവിശേഷമായി വായിക്കപ്പെടുമ്പോഴേ അവളുടെ വിഷയം കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള ബോധ്യം. അതാണ് അവൾ പറയണത്, എന്നെ ആരും താങ്ങിപ്പിടിക്കണവരേക്ക് തോന്നിയെന്ന്. എൻ്റെ മക്കളെ, ഇത് ഭയങ്കരമായ ഒരു വല്ലാത്ത സത്യമാണ്. അതായത് മറിയത്തിൻ്റെ കാര്യം പറയുമെങ്കിലും അത് ടു ജീസസ് ത്രൂ മേരി ആ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ സന്ധിക്കുന്നതും കർത്താവ് എങ്ങനെയാണെന്ന് നോക്കി, അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വിഷയം അവളുടെ മകനാണെന്ന് ഈശോയ്ക്കറിയാം. അതാണ് വിഷയം.
ആ വിഷയമാണ് ആദ്യം ടേക്കപ്പ് ചെയ്യണത്. ആദ്യം ടേക്കപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഇവൾ ചീട്ടെടുത്തിട്ട് എന്നെ കാണാൻ വരും. കാണാൻ വരുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഈ അപസ്മാരത്തിൻ്റെ പേപ്പർ കൊണ്ടുപോയി ഞാൻ മാതാവിന് കൊടുക്കും. മാതാവിനെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് ഇവൻ്റെ നെറ്റിയിൽ തൈലം പൂശിയിട്ട് ഇവൻ്റെ തലേ കൈവെക്കും. എന്നിട്ട് ഇവൻ്റെ കവിളെ തട്ടിട്ട് ചിരിക്കും. ഞാനതൊന്നും അറിയാതെ ചെയ്യണതാ, കർത്താവ് എന്നോട് ചെയ്യിക്കുന്നതാണ്. അതോടുകൂടി പിന്നെ അവൻ വീണിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിന് അവൻ അപസ്മാരം ആ വിഷയം അപ്പം തന്നെ വിട്ടുപോകും. ദൈവം എന്ത് സൂക്ഷിച്ചാണെന്നറിയാമോ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നിങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് പറ്റണത്, ഞാൻ പറയും നിങ്ങളൊരു പഠിച്ച മണ്ടന്മാരാണ്. എല്ലാവരും അല്ല, കുറച്ച് പേര് എന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് അടിക്കാൻ വന്ന ആൾക്കാരാണ്. ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വരും. നടക്കുവായില്ലെന്ന് അറിയട്ടെ, എന്താണ് അവിടെ ചെയ്യണം നോക്കട്ടെ, ഇതിനകത്ത് വല്ല പറ്റിക്കലുണ്ടാകുന്ന അറിയട്ടെ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഭവം കിട്ടുമോ നോക്കട്ടെ. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പിശാചിനെ പോരാ, കർത്താവിനെ പരീക്ഷിച്ച പിശാചിനെ പോലെ വരും. നിങ്ങൾ ദൈവത്തിന് പണി കൊടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പണിയിന് കൂടാൻ പോണതേ ഉള്ളൂ. നിങ്ങൾ വിശുദ്ധമായ സ്ഥലത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുദപിക്കണേ വേണ്ടത്, അല്ലാതെ ആലോചിക്കല്ല വേണ്ടത്. ആൾക്കാർ ചെയ്യണമെന്നാണ്. ഇവിടെ എന്താ വേണ്ടത്? അനുതാപമാണ് വേണ്ടത്. അല്ലാതെ വല്ല പൊട്ടന്മാരും നിങ്ങളുടെ തല അടിച്ചു കയറ്റിയിട്ട് വിഷയം വെച്ച് ആലോചിക്കുകയല്ലേ വേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ് നോക്കത്തില്ല. മനസ്സിലായില്ലേ? ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ്, ഹൃദയശുദ്ധി ഇല്ലാത്തവൻ എന്താണ്? രണ്ട് ഹൃദയമുള്ള ആൾക്കാർ, ഡബിൾ മൈൻഡഡ് പീപ്പിൾ. അതിനാണ് ഈ സിംഗിൾ മൈൻഡഡ് അല്ലാത്തവർ ഡബിൾ മൈൻഡഡ് ആണ്. ഒക്കുമായിരിക്കും. ഒക്കെ നോക്കട്ടെ, ആദ്യം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, ഒരു അടയാളം കാണുവാൻ നോക്കട്ടെ. ഡബിൾ മൈൻഡഡ് പീപ്പിൾ. ഈ ഡബിൾ മൈൻഡഡ് പീപ്പിളിന് ഹൃദയശുദ്ധി, അതാണ് ആ ദൈവം എന്താ പറയണത്? ഹൃദയം ശുദ്ധമല്ലാത്ത ആൾക്കാരെ ദൈവം നോക്കത്തില്ലെന്നാണ് ബൈബിൾ പറയണത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞിരിക്കണത്? ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണത്തില്ലെന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. വെറുതെ ആലപ്പുഴ ഒന്ന് കാശ് പോയത് തന്നെ മെച്ചം. മര്യാദക്ക് അനുദപിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എല്ലാ ആലോചനകളും വ്യർത്ഥാലോചനകളും വെടിഞ്ഞ്, എല്ലാ ആലോചനകളും വ്യർത്ഥാലോചനകളും വെടിഞ്ഞ് അനുതാപത്തിന്റെ ആത്മാവിനാൽ ദൈവത്തെ നേടുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവതാവേ നന്ദി, ദൈവതാവേ മഹത്വം, ദൈവതാവേ ആരാധന. സമയം സമാഗതമായി. സമയം
ദൈവത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? അവൻ പറയണത് പോലെ ചെയ്യുക. സിമ്പിളല്ലേ? അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് അവിടുന്ന് തുടങ്ങേണ്ട ഒരു ഉടമ്പടി. 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ ഹൃദയ, അതായത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഈ സുവിശേഷത്തെ വിശ്വസിക്കുമ്പോൾ ഈ ഡബിൾ ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, ഡബിൾ മൈൻഡഡ് സ്പിരിറ്റഡ് പേഴ്സണാലിറ്റി, ഇവിടെയാണ് ഈ അനുതാപം ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പേഴ്സണായിട്ട് ഈശോ ഡിക്ലെയർ ചെയ്യും അനുതാപം എന്താണ്. നഥാനിയേലിനെ കാണും. നഥാനിയേലിനെ കണ്ടെത്തി പറയും, ഹിസ് ഈസ് ദ റിയൽ ഇസ്രയേൽ, he is not a hypocrite. There is no double heart in him. അവനിൽ കാപട്യമില്ല. അതാണ് യോഹന്നാൻ 1:47. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ആദ്യം ഈ അനുതാപം പറയുമ്പോൾ അനുതാപം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയാം. നിഷ്കാപട്യത്തിലേക്കാണ് അനുതാപം പോകുന്നത്. അനുതാപത്തിൻ്റെ ഫലം എന്താണ്? നിഷ്കാപട്യമുള്ള ഒരു, കാപട്യമില്ലാത്തൊരു ഹൃദയം. അനുദപിച്ച ഹൃദയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാർട്ടഡ് അല്ലാത്ത വ്യക്തി. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ ഈശോ അയാളെ ബ്രാൻഡ് ചെയ്യണ കാണാം. നമുക്കിനി ഇവിടുന്ന് തുടങ്ങാമെന്ന് പറയും. നാഥാനിയെ പറയും, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടുന്ന് ഈ നാഥാനിയിൽ നിന്നാണ് ഈശോ പിന്നീട് പറയണത് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിക്ക് വേണ്ടി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അപ്പം നാഥാനിയനെ പോലുള്ള ആൾക്കാർ പലരും കർത്താവ് കണ്ടുമുട്ടിയുണ്ട് ഈ ജീവിതത്തിൽ. ദൈവത്തിന് ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവർ ഇവരാണ് അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യരെ. അതുപോലെ വേറൊരു കാര്യം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ് എൻ്റെ ആങ്ങളയുടെ കല്യാണം. അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഒരു വർഷത്തോളമായി കല്യാണം നോക്കുന്നു. അവന് പഠിത്തമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചേർന്ന് ഒരു വിവാഹാലോചന വരാതെ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനത് നിയോഗത്തിൽ വെച്ചു. ഇവിടുന്ന് പോയി 1 മാസം ആകുന്നതിന് മുമ്പ് നല്ലൊരു കല്യാണാലോചന വന്നു. നല്ലൊരു പെൺകുട്ടി, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആലോചന. അങ്ങനെ ഈ ഒരു ഫെബ്രുവരി 3-ാം തീയതി ആകുമ്പോഴത്തേക്കും അവൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇതെല്ലാം ഈശോയും മാതാവും ഞാനൊരു ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ തരുന്ന അനുഗ്രഹങ്ങളായിട്ട് തന്നെ കരുതുന്നു. നമ്മൾ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണം ഉണ്ടാക്കി ആഴ്ചകളിൽ നമ്മൾ റോഡിലും വഴിയിലുമൊക്കെയുള്ള ഭിക്ഷക്കാർക്കൊക്കെ ഞാനും പിള്ളേരും കൂടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ആഴ്ചകൾ തോറും. പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ വസ്ത്രങ്ങളായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. കുർബാന എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കുണ്ടായ മാറ്റമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ കാണാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരുന്നു. ഉറങ്ങുന്നത് തന്നെ പാട്ടും കഥയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. അത് മാറിയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് അവർ ഉറങ്ങിത്തുടങ്ങിയത്. 4-5 വയസ്സുള്ള പിള്ളേരാണെങ്കിലും ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നിട്ട് അവർ പറയും നമുക്ക് പോയി സാക്ഷ്യം പറയണം, ഒരു മാർക്ക് 10 കിട്ടിയാൽ പറയും സാക്ഷ്യം പറയാൻ പോകണം. അത്രമാത്രം ആ ഒരു കൃപാസനവും മാതാവും ഈശോയും ഒക്കെ അവരുടെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ റോഡിലും ബസ്സിലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞ് പത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃപ ഈശോ തന്നു. അപ്പം അങ്ങനെ ആ ഒരു മടിയൊക്കെ മാറി കൂടുതൽ പ്രാർത്ഥിക്കാൻ, അതിനപ്പുറത്തേക്ക് ഒത്തിരി
പ്രതിസന്ധികൾ, അതായത് ഈ കഴിഞ്ഞൊരു വർഷക്കാലം എടുക്കുമ്പോൾ ഒരു അസുഖം കഴിയുമ്പോൾ അടുത്ത അസുഖം, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, അല്ലെങ്കിൽ ന്യൂമോണിയ, ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോരുത്തർക്കായിട്ട് വീട്ടിൽ പല രീതിയിൽ. പക്ഷേ എങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പണ്ടത്തെ പോലെ സങ്കടത്തോടെ ഇരിക്കാതെ, എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഇതെല്ലാം നന്മയ്ക്കാണെന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ഗ്രേസാണ് എനിക്ക് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം അനുഭവിച്ചറിയാൻ പറ്റിയത്. പിന്നെ റീസെൻ്റ്ലി ഒരു 10 ദിവസം മുമ്പ് മദറിലോ ഇതുപോലെ തന്നെ വീട്ടിൽ വീണു, കാല് തെറ്റി വെറുതെ ഒന്ന് വീണത്. അപ്പോൾ ഷോൾഡർ പൊട്ടി. ഡോക്ടർ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഏജ്ഡ് ആയതുകൊണ്ടും വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഒരു സർജറിക്ക് ആളൊട്ടും റെഡിയുമല്ല. അത് മാനസികമായിട്ട് ആളെ റെഡിയാക്കാനും പാടാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അടുത്ത തവണ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സർജറി ഒഴിവാക്കി തന്നാൽ അതും കൂടെ ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞോളാമെന്ന്. അപ്പം അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഡോക്ടർ സർജറി വേണ്ട, പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ഒരു ഹീലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസി ഷാജു. ഞാൻ എറണാകുളം വരാപ്പുഴ പുത്തമ്പള്ളി സെൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഞാൻ ഒരു ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. 20 വർഷത്തോളമായി ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ആ ഫീൽഡിലേക്ക് പോകാൻ കാരണം എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി ഹിറേംബേർഡാണ്. അപ്പോൾ അവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് സേവനം ചെയ്തേനെ. ഈ കുട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലേക്ക് പോകാൻ കാരണം. ഞാൻ 2016 മുതൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതാണ്. പക്ഷേ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ വന്ന് ഈ കൃപാസനം ത്തിൽ വരുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അതെങ്ങനെ വരും, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ആരുടെയെങ്കിലും സഹായം വേണം. അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ആൻറ്റിയാണ് എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കൃപാസനത്തിൽ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. 2019 ആയപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. 24/11/2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് മാതാവും ഈശോയും കൂടി എനിക്ക് തന്നത്. അതിൽ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം, അതായത് ജൂലൈ 15-ാം തീയതി സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയപ്പോൾ സ്കൂട്ടറിൻ്റെ ഫുഡ് റെസ്റ്റ് കൊണ്ട് കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. പക്ഷെ അത് കാര്യമാക്കിയില്ല. ചെറിയൊരു മുറിവാണല്ലോ എന്ന് വിചാരിച്ച് കാര്യമാക്കിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാല് റെഡ് കളറായി. ഒരു ചെറിയ മുറിവാണെന്ന് ഓർക്കണം, TT ഒന്നും എടുത്തില്ലായിരുന്നു. ചെറിയ മുറിവാണല്ലോ എന്ന് ഓർത്ത് കാല് റെഡ് കളറായി. പിന്നെ ഒരു ദിവസം പനിയുണ്ടായി. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹസ്ബൻഡിന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരീരം പതുക്കെ ഒന്ന് വണ്ണം വെച്ച് വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഡിസ്ചാർജായി വന്നു കഴിഞ്ഞപ്പോൾ സാവധാനം ചുമ കൂടാൻ തുടങ്ങി. ആൾക്ക് അത് ശ്വാസം മുട്ടിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് വരെ ശ്വാസം മുട്ട് ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്, മാതാവും ഈശോയും നമ്മളെ നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ശ്വാസം മുട്ട് കൂടി. ഞങ്ങൾ പെട്ടെന്ന് എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എമർജൻസിയിലേക്ക് പെട്ടെന്ന് പോയി. അവിടെ ചെന്ന് അവർ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അവർ പെട്ടെന്ന് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എല്ലാം ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഫെയിലിയറായി, പോയിസൺ കയറി ഇൻഫെക്ഷനായി,
അപ്പോൾ ആളുടെ നില സീരിയസ് ആണ്. അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലാണ്, പൊട്ടാസ്യം കൂടുതലാണ്, സോഡിയം കുറവാണ്. അങ്ങനെ ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ ആളുടെ നില ഗുരുതരമായി കൊണ്ടിരുന്നു.